ഞങ്ങൾക്ക് പക്ഷേ കൃപാസനത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ ഒരു ഹൈന്ദവ കുടുംബത്തിലെയാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ദാസ് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഒരു കൃപാസനത്തെ പത്രം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളത് വായിക്കുകയൊന്നും ചെയ്തില്ല. ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഏട്ടൻ എന്നും നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് എന്നും ഉറങ്ങുന്ന അതായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഈ മാതാവിനെ വിശ്വാസമാണ്. മാതാവിൻ്റെ ഒരു പടം അതിൽ കണ്ടപ്പോൾ ഏട്ടൻ അതെന്നും നെഞ്ചിനോട് ചേർത്താണ് ഉറങ്ങിയിട്ടുള്ളത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഒരു കുരിശടി ഉള്ളത്. അത് അത്ഭുത മാതാവിൻ്റെ കുരിശടിയാണ്. ഞങ്ങൾ എന്നും അവിടെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അപ്പോൾ ഈ കൃപാസനത്തെക്കുറിച്ച് വേറെ ഒന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ ശരിക്കും അറിയാൻ ശ്രമിച്ചിട്ടും ഇല്ലായിരുന്നു. എനിക്ക് കുറച്ച് ദിവസത്തിന് ശേഷം എനിക്ക് വയറിൻ്റെ സൈഡിലൊരു വേദന വന്നപ്പോൾ അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വയറൊന്ന് സ്കാൻ ചെയ്തിട്ട് വരാൻ. സ്കാൻ ചെയ്തിട്ട് വന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ യൂട്രസിൽ മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സും 2 ഓവറിയിലും വലിയ സിസ്റ്റും ഉള്ളത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി സർജറി വേണം. കാരണം അത്രയും വലിയ മുഴയായതുകൊണ്ട് ഓപ്പൺ സർജറിയാണ് വേണ്ടത്. കീഹോളൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ വളരെ വിഷമത്തിലായി. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയും ഇത് സർജറി ഒഴിവാക്കണം, മെഡിസിൻ കഴിച്ചാൽ മാറുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഞങ്ങൾ നെയ്യാറ്റിൻകര ഒരു ഹോസ്പിറ്റലിൽ വേറൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടു.